പുള്ളി സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞാണല്ലോ, മാസീവ്. ഫ്രണ്ട് സർക്കിളിലൊന്നും അങ്ങനെ സംഭവമില്ല അല്ലേ? നമ്മുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇല്ലാത്ത കാര്യം ഇതാണ്. ചിന്തിക്കില്ല, നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കാനാണ് ഇഷ്ടം. അവൻ എന്തിനു കൊള്ളാം. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന കാര്യമുണ്ട്, ദിസ് ബുക്ക് ഈസ് ടു ബി പ്രാക്ടീസ്ഡ് എന്ന്. മാധവിക്കുട്ടിയുടെ അടുത്ത് ഞാൻ സംസാരിച്ചാറുള്ള എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെ, ഡു നോട്ട് കണ്ടം ഓർ ക്രിട്ടിസൈസ് ഓർ കംപ്ലൈൻറ്റ്. 30 മില്യൺ ആൾക്കാർ വായിച്ചൊരു പുസ്തകം. ലിജിൻ, ശ്യാം, നമ്മൾ വീണ്ടും വന്നെത്തിയില്ലേ? യെസ്. മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യണതും എന്നാൽ ഏറ്റവും ഒട്ടും പറ്റാത്തതും ആയിട്ടുള്ളൊരു കാര്യമാണ് മറ്റുള്ള ആളുകളെ എങ്ങനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെ പകുതിയിലധികം സമയം ഒരു ഭൂരിഭാഗം ആൾക്കാരും സോർട്ട് ഓഫ് ട്രൈങ് ആൻഡ് വേസ്റ്റിംഗ് വേണമെങ്കിൽ പറയാം. എങ്ങനെ നമ്മൾ ആൾക്കാരെ പ്രീതിപ്പെടുത്താം, എങ്ങനെ നല്ല കുറേ ഫ്രണ്ട്സ് ഉണ്ടാക്കാം. പക്ഷേ കുറേ ആൾക്കാർ അത് ട്രൈ ചെയ്ത് പറ്റാതെ കുറേ പുറകിലോട്ട് പോയി പിന്നെ വിഡ്രോവലായിട്ട് അല്ലെങ്കിൽ സോർട്ട് ഓഫ് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒതുങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇന്ന് അത്തരം ആളുകൾക്ക് പറ്റുന്ന ഒരു പുസ്തകമാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം ആളുകൾ വായിച്ചൊരു പുസ്തകം ഇല്ല എന്ന് തോന്നുന്നു. ടൈംലെസ് ബെസ്റ്റ് സെല്ലർ. അതായത് ന്യൂയോർക്ക് ടൈം 1 ടൈം ഒന്നല്ല, അതിലൊരു 30 മില്യൺ ആൾക്കാർ വായിച്ചൊരു പുസ്തകം. ഏറ്റവും പഴക്കമുള്ള പുസ്തകങ്ങളിലൊന്നാണ്. എനിക്ക് 1930s മറ്റാണ്, 36 ഈ ബുക്ക് എഴുതിയത്. ഡെയിൽ കാർണിഗിയുടെ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഇതിനെ പറ്റിയിട്ട് എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. ഞാനിത് വായിച്ചപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ പറയില്ല, ഒരു എപ്പിഫാനി മൊമെന്റ് അല്ലെങ്കിൽ ആഹാ മൊമെന്റ് എന്നൊക്കെ പറയുന്ന ഒരു ഫീല് കിട്ടിയൊരു പുസ്തകമാണ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്നുള്ളത്. ലിജിൻ ഈ ബുക്കിലേക്ക് എത്തിപ്പെട്ടൊരു ജേണി എങ്ങനെയായിരുന്നു? എത്തിപ്പെടേണ്ട കാരണം എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. ശ്യാം സജസ്റ്റ് ചെയ്തൊരു ബുക്കാണിത്. ശ്യാം ഒരു ദിവസം വായിച്ചിട്ട് ഇതിനെക്കുറിച്ച് വായിച്ചു കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം അല്ലായിരിക്കാം, മൾട്ടിപ്പിൾ ടൈംസ് വായിച്ചിട്ടുണ്ട് ശ്യാം, എനിക്കറിയാതെ. അപ്പോൾ അങ്ങനെ എന്നോട് പറഞ്ഞു, ലിജൻ യു ഷുഡ് റീഡ് ദിസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു, ഒന്നും നോക്കിയില്ല, നേരെ സാധനം ഓർഡർ ചെയ്തു, വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ബുക്ക് കണ്ടറിയാം നിങ്ങൾക്ക്. ഇത് ഞാനിത് ലിജിൻ്റെ അടുത്ത് പറയായിരുന്നു, കാരണം ഒരു പുസ്തകം വായിക്കണതിൻ്റെ പരമാവധി വായിച്ചാൽ ഇങ്ങനെ ഒരു അവസ്ഥ ഈ ബുക്കിന് വരുള്ളൂ. അതായത് ഓരോ പേജും മറിച്ച് നമ്മൾ ഇരുന്ന് പഠിച്ച് വായിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ബുക്കിൽ. എനിക്ക് ഈ ബുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഞാനത് എത്ര പ്രാവശ്യം വായിച്ചു എന്നുള്ളത്. ഈ ബുക്കിനെ എനിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിത് വലിയൊരു ഇഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നിയില്ല. വായിച്ചു തുടങ്ങി ഇപ്പോഴും തോന്നിയില്ല. തുടക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്യൂ പേജസ് എനിക്ക് അങ്ങനെ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ അത് വെൻ ഐ ഡെൽറ്റ് ഇൻ ടു ഇറ്റ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, ഒരു ചരിത്ര പുസ്തകം വായിക്കുന്ന അതേ ഫീലാണ്. പുള്ളി സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞാണല്ലോ, മാസീവ്. നമ്മളെങ്കിൽ പിടിച്ച് ഇരുത്തി കളയും. നമ്മളെ ഒരു കഥ കഴിയുമ്പോൾ അടുത്ത കഥ. ഈ ബുക്കിനകത്ത് പറയുന്ന, ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന കാര്യമുണ്ട്, ദിസ് ബുക്ക് ഈസ് ടു ബി പ്രാക്ടീസ്ഡ് എന്ന്. ഈ ബുക്കിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് വേണമെങ്കിൽ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് പുള്ളി എല്ലാ കാര്യങ്ങൾക്കും കഥകൾ വച്ചേക്കുന്നത്. ഡെയിലി എല്ലാ കഥകളിലൂടെ നമ്മൾ പറയുന്നത്. ഒരു തിയറി എന്ന് പറയുന്നത് ഒരു 15 പേജുള്ള ഒരു ചാപ്റ്റർ ആണെങ്കിൽ അതിനകത്തൊരു 10 ലൈനേ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം കഥകളാണ്. ബാക്കിയെല്ലാം കഥയാണ്, ചെറിയ കഥകൾ, സാധാരണക്കാരന് മനസ്സിലാവുന്ന തരത്തിലുള്ള കഥകൾ. അതായത് ഒരു ട്രെയിനിൽ പോകുമ്പോൾ 2 പശുക്കൾ കാണുമ്പോൾ ചെറിയ വെരി നൈസ് ആൻഡ് ഈസിലി എക്സ്പ്ലെയിൻഡ് സ്റ്റോറീസ്. അപ്പം എനിക്ക് അതുകൊണ്ടായിരിക്കാം ഇതിനകത്ത് ഓരോ കൺസെപ്റ്റും ഭയങ്കര ഡീപ്പായിട്ട് എന്നെ അട്രാക്ട് ചെയ്തു. അത് ഞാൻ ഇപ്പോഴും എവ്രി ഡേ ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കാരണം ഓരോ പ്രാവശ്യവും ഞാനത് സക്സീഡഡ് ആകുമ്പോൾ, ഇതിനകത്ത് പറയുന്ന ഹൗ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ, ഹൗ ടു വിൻ ഫ്രണ്ട്സ് എന്നുള്ളതിൽ ഞാൻ സക്സീഡഡ് ആകുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും ഡെയിൽ കാർനെഗിനെ ഓർക്കും. താങ്ക്ഫുൾ ആണ്. വെരി മച്ച് ആൻഡ് യു ആസ് വെൽ. ഞാൻ ഡെയിൽ കാർനെഗിയുടെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട്, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഴ്സാണ്. ഞാൻ അതിന് മുമ്പ് ഈ പുസ്തകം വായിച്ചാൽ ഞാൻ വായിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വലിയൊരു ഫാനായി പോയി. ഇത് മാത്രമല്ല, അതിൻ്റെ ഒത്തിരി പുസ്തകങ്ങളുണ്ട്. ഹൗ ടു സ്റ്റോപ്പ് വറിങ് നമ്മൾ അടുത്ത് ചെയ്യാനുള്ളൊരു ബുക്കാണ്. അതൊക്കെ നമുക്ക് തോന്നി നമ്മുടെ ഒരു മനസ്സ് വായിച്ച് എഴുതി തരുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ട് നമ്മളുടെ അടുത്തിരുന്ന് പറഞ്ഞു തരില്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്. ഇതിലൊരു ബേസിക് ബുക്ക് സ്റ്റാർട്ട് ചെയ്യണത് തന്നെ ഒരു ഫണ്ടമെന്റൽ ടെക്നിക്സ് ഇൻ ഹാൻഡ്ലിങ്
പീപ്പിളാണ്. യെസ് അതായത് മറ്റുള്ള ആളുകളെ നമ്മൾ അവരെ ഡീൽ ചെയ്യാനായിട്ട് ഒരു രീതിയുണ്ട്. യെസ് എന്നാൽ നമ്മളത് ശരിയായിട്ടുള്ള രീതിയിലാണോ ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ എങ്ങനെയാണ് ആളുകളെ ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡെഫിനേഷൻ എങ്ങനെയാണ്, ഇപ്പം ഞാൻ എഫക്റ്റീവ് ആയിട്ടാണോ എന്നുള്ളത്. എൻ്റെ പേഴ്സണലി ഞാൻ ഒരാളുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ട്രൈ ടു അദ്ദേഹത്തിന് എൻ്റെ അടുത്ത് വീണ്ടും സംസാരിക്കാനുള്ളൊരു ഒരു ഗ്യാപ്പ് ഞാൻ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു കോൺവെർസേഷൻ നെവർ എൻഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ക്ലോസ് ആക്കിയിട്ട് നമ്മൾ വെക്കരുത്. ഇപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ കൂടെ നമ്മൾ കടന്നു പോകണമെങ്കിൽ, അതായത് ഒരു മനുഷ്യൻ വേറെ മനുഷ്യനെ ഹാൻഡിൽ ചെയ്യണതിൽ കുറേ ടെക്നിക്സ് ഉണ്ട്. ലിജിൻ അതിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്? അതിലേക്ക് വരുന്നേക്കാൾ മുമ്പ് ഈ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് ലിജിൻ ആളുകളെ ഡീൽ ചെയ്തുകൊണ്ടിരുന്ന രീതി എങ്ങനെയായിരുന്നു? ഈ ബുക്ക് വായിക്കുന്ന മുമ്പ് ഐ യൂസ് ടു സ്പീക്ക് അബൌട്ട് മൈസെൽഫ്. ഓക്കെ, ദ കോൺവെർസേഷൻ വാസ് ഓൾവേസ് അബൌട്ട് മൈസെൽഫ്. ഞാൻ എന്നെക്കുറിച്ചാണ് എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എന്നെക്കുറിച്ച് മാക്സിമം പൊക്കി പറയാന്നല്ല, എൻ്റെ മഹത്വങ്ങളെ വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്ത് എന്നിലേക്ക് അടുപ്പിക്കുക എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സത്യമായിട്ട് അല്ല, ഐ തിങ്ക് നമ്മൾ സാധാരണ മനുഷ്യൻ ചെയ്യണ ഒരു കാര്യമാണ്. അവനെപ്പോഴും അവൻ്റെ ലോകത്താണ്, അവൻ്റെതായ ലോകത്ത് അവൻ്റെതായ തിയറികളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ എന്തെങ്കിലും ലിജിൻ്റെ അടുത്ത് ലിജിൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്തൊക്കെയുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ നേരെ ആദ്യം പറയണത്, ഞാൻ നിനക്കറിയാമോ ഞാൻ അന്ന് അങ്ങനെ ചെയ്തായിരുന്നു, ഞാൻ ഇങ്ങനെ മീൻസ് ഓക്കെ ലിജിനെ സോറി ഇൻറ്ററപ്റ്റ് ചെയ്തില്ല. അത് തന്നെ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു. ഒരിക്കലും ഒരു SP അല്ലായിരുന്നു, പക്ഷേ എങ്കിൽ പോലും ഓൾവേസ് വാസ് ദ കോൺവെർസേഷൻ ഓൾവേസ് അബൌട്ട് മീ. എന്നിട്ട് ഞാൻ എപ്പോഴും ചിന്തിക്കും, ഓക്കെ അതങ്ങ് ശരിയായില്ലല്ലോ, ഓക്കെ എന്തുകൊണ്ടായിരിക്കും ഞാൻ കുറച്ചുകൂടെ കൂട്ടി പറയാത്തതുകൊണ്ടായിരിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കുമായിരുന്നു. പക്ഷേ ഈ ബുക്ക് വായിച്ചപ്പോഴാണ് മനസ്സിലായത് ദ കോൺവെർസേഷൻ ഓൾവേസ് അബൌട്ട് ദ അതർ പേഴ്സൺ. അപ്പം നമ്മളെ ഒരാളുടെ ഇൻട്രസ്റ്റ് വിൻ ചെയ്യാനോ അല്ലെങ്കിൽ ആളെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാനോ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫ്രണ്ടാക്കാനോ വിച്ച് ഇസ് ദ സെയിം ശ്രമിക്കുമ്പോൾ, വി ഹാവ് ടു ബി ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് പേഴ്സൺ എന്നുള്ളതാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒത്തിരി സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റലി ഹാൻഡ്ലിങ് പീപ്പിൾ, അല്ലെങ്കിൽ നമ്മളെ ചുറ്റുമുള്ള നമ്മളെ ഇങ്ങനെ നിന്നിട്ട് കൈ ഇങ്ങനെ അകത്തി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ആളുകളുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു 100 മീറ്റർ റേഡിയസിനുള്ളിലുള്ള ആളുകൾ, നമ്മുടെ റിലേഷൻഷിപ്പ് സർക്കിൾ എന്ന് പറയുന്നത്, അതിനകത്ത് ആളുകളെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. അത് അവർക്ക് നമ്മളെല്ലാവരും അറിയാം, നമ്മുടെ മഹത്വങ്ങൾ അവരോട് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് അവരെ ഹാൻഡിൽ, അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുള്ള ആളുകളാണെങ്കിലോ അല്ലെങ്കിൽ ടോട്ടലി സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിലോ, ഹാൻഡ്ലിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മനസ്സിലാക്കുക, സ്റ്റെപ്പൊന്നുമല്ല കേട്ടോ, മനസ്സിലാക്കേണ്ട കാര്യം ആസ് പെർ ഡെയിൽ ഈസ്, നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെ, ഡു നോട്ട് കണ്ടം ഓർ ക്രിട്ടിസൈസ് ഓർ കംപ്ലെയിൻ. ഓക്കെ, നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകൾ വിളിച്ചു പറയാൻ, അവരെ കംപ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ ദേ വിൽ ലൂസ് ഇൻട്രസ്റ്റ്. അത് ചെയ്യരുതെന്നല്ല, നമ്മൾ ചെയ്ത് ബ്ലണ്ടായിട്ട് ചിലവരില്ല, സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയുള്ള ആളുകൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാവില്ല. അതാണ് അവർക്ക് വേണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ. പക്ഷെ അങ്ങനെയല്ല, ഇറ്റ്സ് ഹാർഡ്. പല ആളുകളും അതൊരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കുകയാണ്. ഞാൻ ഫേസ് ടു മുഖത്ത് നോക്കി കാര്യം പറയണ ആണെന്ന് പറഞ്ഞ് ദേ ക്രിട്ടിസൈസ് പീപ്പിൾ ബ്ലണ്ട്ലി, അല്ലെങ്കിൽ അതിനൊരു സ്പേസ് ഉണ്ടാക്കാതെ ക്രിട്ടിസൈസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ മിക്കവാറും അങ്ങനെ അത്തരം ആളുകളുടെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യാൻ ആർക്കും ഇഷ്ടമല്ല. സത്യം. അപ്പോൾ അങ്ങനെയുള്ളവരായിട്ടുള്ള ആളുകളുടെ അവരുടെ ഐഡിയാസിന് ആളുകൾക്ക് ഇഷ്ടമായിരിക്കും, ബട്ട് ദേ നെവർ ക്രിയേറ്റ് കണക്ഷൻസ്. ജെന്യുവിൻ ഹ്യൂമൻ കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അത് ഒരു ബ്യൂട്ടിഫുൾ ഒരു സ്റ്റോറി പറയുന്നത് എബ്രഹാം ലിങ്കൻ്റെ ഒരു സ്റ്റോറി പറയുന്നത്. അത് പറഞ്ഞാൽ ഇതൊരു ഹിസ്റ്ററി പാടാം. സിവിൽ വാറിൻ്റെ സമയത്ത് പുള്ളി തേർഡ് ഡേ ബാറ്റിൽ ഓഫ് ഗെറ്റൻബർഗ് എന്ന് പറയും. ഗെറ്റൻബർഗിനകത്ത് പുള്ളിയുടെ ജനറലിനോട് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് സിവിൽ വാറിനകത്തിരുന്ന വേറെ ജനറലിനെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്താൻ പറയുന്നു. പക്ഷേ ആ ജനറൽ ഇത് ചെയ്യുന്നില്ല. പുള്ളിക്കാരൻ വാർ കൗൺസിൽ വിളിച്ച് അങ്ങനെ ഒരു പുഴ മെത്തി നിൽക്കുന്നതുകൊണ്ടാണ് അവരെ ചെയ്യാൻ പറ്റുന്നത്, കീഴടക്കാൻ പറയുന്നത്. പക്ഷെ ആ പുഴയുടെ വെള്ളം അപ്പോഴത്തേക്കും ഇറങ്ങി ഇവർ രക്ഷപ്പെട്ടു. അപ്പോഴത്തേക്കും പുള്ളി ഭയങ്കര ആംഗ്രി ആയി, എബ്രഹാം ലിങ്കൺ. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു ലെറ്റർ എഴുതി, ഈ പുള്ളിനെ ചീത്ത കുറച്ച് ക്രിട്ടിസൈസ് ചെയ്ത് കണ്ടം ചെയ്തൊരു ലെറ്റർ എഴുതി. ബട്ട് ഹി നെവർ പോസ്റ്റഡ് ഇറ്റ്. ഈ എബ്രഹാം ലിങ്കൺ എന്നെ പുള്ളീനെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു തിയറിയാണ് ടു നോട്ട് ജഡ്ജ് പീപ്പിൾ സോ ദാറ്റ് യു ഡോണ്ട് ഗെറ്റ് ജഡ്ജ്ഡ് ആസ് വെൽ. എന്നുവെച്ചാൽ ആ പുള്ളി ആ പേപ്പർ ഒരിക്കലും പോസ്റ്റ് ചെയ്തില്ല. പുള്ളിയെ പരിച്ചു കഴിഞ്ഞപ്പം പുള്ളിയുടെ പേപ്പറുകളുടെ കൂട്ടത്തിൽ ഈ ലെറ്ററും കിട്ടി. കാരണം പുള്ളി ചിന്തിച്ചത് ഇതായിരിക്കും ഇടയിൽ പറയുന്നത്, ഞാൻ അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ഇറ്റ്സ് ലൈക്ക് കില്ലിങ് ഹിം. ആ ജനറലിനെ ഞാൻ ആ വാർ ഫ്രണ്ടിലില്ല. ലിങ്കൺ ചിന്തിക്കുന്നതാണ്, ഞാൻ ആ പുള്ളി പറഞ്ഞിട്ടുണ്ട് അത്, ഞാൻ ആ വാർ ഫ്രണ്ടിലില്ല. ഐ ഡോണ്ട് നോ വാട്ട് ദേ ആർ ഗോയിങ് ത്രൂ. ദേ ആർ ദ ബെസ്റ്റ് ജഡ്ജ് ഓഫ് വാട്ട് ദേ ഡു. അപ്പോൾ ഇതാണ് പറയുന്നത്, നമ്മൾ ഒരിക്കലും ആളുകളെ കണ്ടം ചെയ്യാനോ ഇത് ചെയ്യാനോ നിൽക്കാതെ തിങ്ക് വാട്ട് ദേ ആർ ഗോയിങ് ത്രൂ. ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദം. അവരുടെ സിറ്റുവേഷൻ എന്താണ്, അവരെന്തുകൊണ്ടായിരിക്കാം.
ലെറ്റ്സ് ബി വിത്ത് ദം. അതിൻ്റെ അവർക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കാം. പക്ഷേ ഡോണ്ട് ബ്ലണ്ട്ലി ക്രിട്ടിസൈസ് പീപ്പിൾ, കണ്ടം പീപ്പിൾ, എന്തത് ചിന്തിക്കരുത് ഇവരെന്നെ എൻ്റെ ഫ്രണ്ടാ. സോ ദാറ്റ്സ് വൺ തിങ് ദാറ്റ് വാസ് ആൻ ഐ ഓപ്പണർ ഫോർ മീ. അത് വൺ തിങ് ആണ്. പിന്നെ പറയുന്നതാണ് ഗിവ് സിൻസിയർ ആൻഡ് ഹോണസ്റ്റ് അപ്രീസിയേഷൻ. ദിസ് ഈസ് വാട്ട് ചേഞ്ച്ഡ് മീ. ലൈക്ക് ലിറ്ററലി ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി പിന്നെ ലൈക്ക് ലിറ്ററലി ഇറ്റ് ജസ്റ്റ് ചേഞ്ച്ഡ് മീ. നമ്മൾ സിൻസിയർ അപ്രീസിയേഷൻ. ഇപ്പം ഞാൻ എൻ്റെ ഭാര്യ, ഇപ്പം നമ്മൾ റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇല്ലാത്ത കാര്യം ഇതാണ്, അപ്രീസിയേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്തതാണ്. പിന്നെ ഫോർ പീപ്പിൾ ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദംസെൽഫ്. അതെ അതെ അതെ, അവർ ഇന്നേറ്റ് ആയിട്ടുള്ള, നമ്മളിപ്പോൾ എനിക്ക് ഞാനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക്. അപ്പം നമ്മൾ ആ ആളെ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലും വലിയ സന്തോഷമില്ല. പിന്നെ അത് ഏത് ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അത് ഉറപ്പായിട്ടും കുട്ടികളിലാണെങ്കിൽ പോലും, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൽ തിങ്ക് വി ഷുഡ് ടേക്ക് ദാറ്റ് ഫ്രീഡം, അല്ലെങ്കിൽ ആ ഒരു ടൈം മൊമെൻ്ററിലി നമ്മളൊരു കാര്യം നല്ലതായിട്ട് അവർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ കുറച്ച് ഇമ്പ്രൂവ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് അല്ല. അപ്പോൾ അത് ഈവൻ ഒരു ഫ്രണ്ടാണെങ്കിൽ പോലും, ഫ്രണ്ട് സർക്കിളിലൊന്നും അങ്ങനെ സംഭവമില്ല അല്ലേ. നമ്മളൊക്കെ നീ ഒരു നല്ല മനുഷ്യനാണെന്ന് നമ്മളുടെ അടുത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളുടെ അടുത്ത് നീ ഒരു നല്ല മനുഷ്യനാണെന്ന് ആരെങ്കിലും അടുത്ത കാലത്ത് പറഞ്ഞിട്ടുണ്ടാവും? പറയില്ല. കാരണം അതിനുള്ളൊരു സ്പേസ് ആരും എടുക്കാറില്ല. കാരണം നമ്മളൊരാളെ പറ്റി നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു പാതകം പോലെ പൊതുവെ അങ്ങനെയാണ്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ കാലമാണല്ലോ. ഇപ്പോൾ നമ്മളിങ്ങനെ പോസ്റ്റുകളൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ നല്ല അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയും. ഒരിക്കലും ആൾക്ക് നമുക്കൊരു മെസ്സേജ് അയക്കാൻ പറ്റുമായിരിക്കും, യു ഡൺ വെൽ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് അയക്കാൻ പറ്റുമായിരിക്കാം. ഇല്ല, നമ്മളത് ചെയ്തില്ല. അല്ലെങ്കിൽ നമ്മളൊരു മറ്റേ സാധനം അയക്കും, സോ സ്വീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു മീനിങ്ങും ഇല്ലാത്ത ഒരു സാധനം അയച്ച് നമ്മളതിനങ്ങ് തള്ളിക്കളയും. പക്ഷേ നമ്മൾ ജെന്യുവൻ ആയിട്ടൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു നല്ല കമൻറ്റ് അതിനകത്ത് ഇടാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് മീൻസ് എ ലോട്ട് ടു ദാറ്റ് പേഴ്സൺ. അതെ അതെ, ഞാൻ പേഴ്സണലി അങ്ങനെ ഒത്തിരി ഐ ട്രൈ ടു ഗീവ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ടു പീപ്പിൾ നോർമലി. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഒത്തിരി നല്ല മെൻറ്റേഴ്സിന് ഉണ്ടായിട്ടുണ്ട്. അതെ അതെ അതെ. ഇപ്പോൾ എൻ്റെ ഒരു ഫൈനാൻഷ്യൽ ജേണിയിലായിക്കോട്ടെ, ബാക്കി ഏത് ബിസിനസ് ജേണിയിലായിക്കോട്ടെ. കാരണം ഒരാൾ സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം റാഷിദിൻ്റെ അടുത്ത് പറയായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഏഷ്യനെറ്റ് ന്യൂസിൻ്റെ പഴയൊരു CEO, അല്ലെങ്കിൽ ആ ഏഷ്യനെറ്റ് ന്യൂസിൻ്റെ ഫൗണ്ടർ ഡോക്ടർ രാജീവ് മേനോൻ എന്ന് പറഞ്ഞ ഒരു ആളുടെ ഇന്റർവ്യൂ ഉണ്ട്. ഏഷ്യനെറ്റിൻ്റെ 30ാമത്തെ വർഷത്തിൽ നമ്മൾ സംസാരിച്ചായിരുന്നു. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ തൊട്ട് ഐ റിയലി വാണ്ടഡ് ടു ടോക്ക് ടു ഹിം. അപ്പം ഞാനൊരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചെടുക്കുകയാണ് എൻ്റെ ഇൻബോക്സിൽ. ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ നാളെ മറ്റന്നാൾ അയക്കുമായിരിക്കും. ചിലപ്പോൾ ആൾ കാണുമായിരിക്കും, റെസ്പോണ്ട് ചെയ്യുമായിരിക്കും, റെസ്പോണ്ട് ചെയ്യില്ലായിരിക്കും. പക്ഷേ അത് അദ്ദേഹം അന്നൊരു ചെയ്ത ഒറ്റ കാരണം കൊണ്ട് എത്ര ആളുകളുടെ ജീവിതമാണ് മാറിയത്. ചിലപ്പോൾ ഒത്തിരി പേര് അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഞാൻ എന്നെ പോലെ അല്ലെങ്കിൽ നമ്മളെപ്പോലെ സാധാരണക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല എന്തുണ്ടാവുന്നത്. പക്ഷെ സ്റ്റിൽ അത് ആളുകളുടെ എഫക്റ്റീവ്, ആളുകളത് ദേ ടേക്ക് ഇറ്റ് ഈസി, അല്ലെങ്കിൽ ദേ ആർ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഇപ്പോൾ എത്ര വലിയ ആളുകളാണെങ്കിൽ പോലും ഞാൻ പല ആളുകൾക്ക് അങ്ങനെ സംസാരിച്ചിട്ടായിരിക്കും. അങ്ങനെ എനിക്കൊരു ഹാബിറ്റ് ചെറുപ്പം തൊട്ടേ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു നല്ല കഥ വായിച്ച് എനിക്കിപ്പോൾ മാധവിക്കുട്ടിയുടെ അടുത്ത് ഞാൻ സംസാരിച്ചായിട്ടുള്ള എനിക്ക് ഓർമ്മയുണ്ട്. കുട്ടിക്ക് അത് നല്ല ഒരു കഥാപുസ്തകം പണ്ടൊക്കെ മാധ്യമ കാഴ്ച പതിപ്പിൽ ഫോൺ നമ്പർ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിളിക്കും. എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഒത്തിരി ആൾക്കാരെ സംസാരിക്കാൻ ഉണ്ടാവാറ് നല്ലതാണെന്ന് പറയുമ്പോൾ അവരൊരു സന്തോഷം. പക്ഷെ അതുകൊണ്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടാവും. ഉറപ്പായിട്ടും. ഇപ്പം ഞാനിപ്പോൾ വെരി സിമ്പിൾ, ഇപ്പോൾ എൻ്റെ ഇൻബോക്സ് ഒക്കെ എടുത്ത് നോക്കി ഞാനല്ലോ നിറച്ചു ഇതേപോലെ റാൻഡമായിട്ട് ആളുകൾക്ക് വെരി റെയർ ആയിട്ട് റിപ്ലൈ കിട്ടത്തുള്ളൂ. പക്ഷേ ഫോർ മീ അതെന്തെങ്കിലും ആൾ കാണുകയാണെങ്കിൽ ഹൗ ഗുഡ് ഇറ്റ് ഈസ്. ഇങ്ങനെ ഒരാൾ ഇത് ഇങ്ങനെ നല്ലതായിട്ട് പറയാം. പിന്നെ ഇപ്പം നമ്മുടെ കുടുംബജീവിതത്തിലാണ്. ഇപ്പം എൻ്റെ വൈഫിനോടൊക്കെ, എൻ്റെ വൈഫ് ഇടയ്ക്ക് പറയായിരുന്നു, ഇപ്പം നന്നായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഒരു വെരി ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്കത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പം നമ്മൾ ഒത്തിരി 10 വർഷം കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയും. പക്ഷേ ഐ നെവർ അപ്രീഷിയേറ്റ് ചെയ്യാൻ മനസ്സിലുണ്ട്, പക്ഷെ ഒരിക്കലും പറയാറുണ്ടായിരുന്നില്ല. നമ്മളത് പറഞ്ഞ് ശീലിച്ചില്ല. പ്രത്യേകിച്ച് മലയാളികൾ ഒരു നല്ല ഫീഡ്ബാക്ക് കൊടുക്കാൻ പൊതുവെ പുറകിലാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. ഇപ്പം നമ്മൾ സ്കൂളുകളിലാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു വളരെ ടോപ്പായിട്ടുള്ള ആളുകൾ മാത്രം അപ്രീഷിയേറ്റ് ചെയ്യും. ബിക്കോസ് എല്ലാവരുടെ ഉള്ളിലും ഒരു നല്ലൊരു എലമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഭാഗം ഉണ്ട് എന്ന് ചിന്തിക്കില്ല. നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കാനാണ് ഇഷ്ടം, അവൻ എന്തിനു കൊള്ളാം. പക്ഷേ അങ്ങനെയാണ് മിക്ക ആളുകളും ട്രോമാറ്റിക്കായി പോണത്. അല്ലെങ്കിൽ അവർക്ക് കിട്ടണ ആ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ടോ നെഗറ്റീവ് കമൻറ്റ് കൊണ്ടോ. ഇപ്പോൾ കുട്ടിക്കാലം തൊട്ട് നമ്മൾ സ്കൂളുകളിലൊക്കെ കേൾക്കുകയാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വയ്ക്കും. അത് നമ്മുടെ ലൈഫിനെ ഒരു എൻ്റയർലി ഡിഫറെൻറ്റ് ജേണിയിലേക്ക് ആക്കും, നമ്മൾ അറിയാണ്ട് സബ് കോൺഷ്യസിൽ അല്ലേ. അപ്പോൾ അതൊരു പോയിന്റാണ്. അതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് തുടങ്ങിയ പിന്നെ എൻ്റെ മക്കളെ ആണെങ്കിലും വൈഫിനോടാണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടാണെങ്കിലും എല്ലാവരോടും അങ്ങനെ ചെയ്ത് തുടങ്ങിയ പിന്നെ ഇറ്റ്സ് ഡിഫറെൻറ്റ്. പീപ്പിൾ ജസ്റ്റ് ആർ ഹാപ്പി അറൗണ്ട് മീ. ആക്ച്വലി ഞാൻ അപ്രീഷിയേഷൻ ഉള്ളതുകൊണ്ട് ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് വെൻ യു ഡു ദാറ്റ്. അങ്ങനെയുള്ള അത് ഭയങ്കര ഐ ഓപ്പണർ ആയിരുന്നു. മറ്റുള്ളവരെ ആ കമ്മ്യൂണിക്കേഷനിൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മീ, ഇറ്റ്സ് ദ അതർ പേഴ്സൺ ഹു ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മീ എന്ന് ഞാൻ ചിന്തിക്കുന്ന ആ അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചത് ഈ ഒരു ചിന്ത. പിന്നെ അതിനകത്ത് അത് വേറൊരു പോയിന്റാണ്. ഇപ്പം നമുക്കൊരു ഒരാളെയും കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കണം, അല്ലെങ്കിൽ ഇത് മാനിപ്പുലേഷൻ അല്ല കേട്ടോ ഈ ബുക്ക് പറയുന്നത്. ദിസ് ഈസ് പ്യൂർ ഇൻഫ്ലുവൻസ്.
ഇൻഫ്ലുവൻസ് ഈ മാനിപ്പുലേഷൻ്റെ ഒരു റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ മാനിപ്പുലേഷൻ വെച്ചാൽ നമ്മൾ തെറ്റായിട്ടുള്ള ഒരാളെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യുന്നതിനാണ് മാനിപ്പുലേഷൻ. നമ്മളൊരു സോർട്ട് ഓഫ് ആർട്ടിഫിഷ്യലി ഒരാളെ എന്താ പറയുക അയാളുടെ സ്വഭാവത്തിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതാണ് മാനിപ്പുലേഷൻ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഇൻറ്റൻഷൻ ഇല്ലാണ്ട്. ഇപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് റിയലി ക്ലോസിങ് ദ സർക്കിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ സർക്കിൾ എന്ന് വെച്ചാൽ വാട്ട് ഇസ് ഇറ്റ്? ഒരു ഐഡിയ ഒരാൾക്ക് കൺവേ ചെയ്തിട്ട് അത് ദാറ്റ് ആൻഡ് വി വോണ്ട് ടു ക്രിയേറ്റ് ആൻ ആക്ഷൻ ഓർ ആൻ ഇൻആക്ഷൻ. അതെ, ചിലപ്പോൾ ഒരു കാര്യം ചെയ്യാതിരിക്കാനായിരിക്കും, ചില കാര്യം ചെയ്യാനായിരിക്കും. ഇത് രണ്ടും ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റുമ്പോഴാണ് ആ സർക്കിൾ ക്ലോസ് ആവുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ ദ പേഴ്സൺ ഹാവ് ടു ബി ഇൻഫ്ലുവൻസ്ഡ്. പേഴ്സൺ ഹാസ് ടു ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അവർ മെസ്സേജ്. പിന്നെ ആ ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. നമ്മൾ ആ മെസ്സേജ് അല്ല, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഇംഗ്ലീഷിലെ മലയാളത്തിലെ ഏത് ലാംഗ്വേജിലെ വാക്കുകളല്ല. ദർ ഇസ് തിങ്സ് യു ക്യാൻ ഹാവ് ടു ഡു വിത്ത് ഇറ്റ് for that communication to complete the loop. അതെ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇറ്റ്സ് മോർ നോട്ട് നമ്മൾ ആ സംസാരിക്കുന്ന വാക്കുകളോ അല്ലെങ്കിൽ അതിൽ വൊക്കാബുലറി എന്നല്ല, പക്ഷേ ഹൗ യു മേക്ക് അല്ലെങ്കിൽ ഒരാളെ എന്ത് ഫീൽ ചെയ്യിക്കണം എന്നുള്ളതാണ്. മുമ്പും പിൻപും ഉള്ള കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് ടു ക്ലോസ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ സർക്കിൾ എന്നാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. സോ കമ്മിങ് ബാക്ക് ടു യുവർ പോയിന്റ്, തേർഡ് തിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ യു ടു ഡു ദാറ്റ്, ഒരു ഇതുണ്ടാക്കുന്ന കാര്യം ചെയ്യാണ്ടിരിക്കുന്നത് ഇറോസ് ആൻഡ് അവരുടെ ഉള്ളിൽ ഇത് ചെയ്യിക്കാനുള്ള ഒരു ഈഗർ ബോണ്ട്, ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടാക്കിയെടുക്കണം. എന്നാലാണ് അവർ ചെയ്യത്തുള്ളൂ. പിന്നെ അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുന്നത് അറിയോ? ഒരു കിൻഡർ ഗാർഡനിൽ ഒരു പുള്ളിയുടെ കോഴ്സ് ചെയ്ത ഒരാൾ ചെയ്തതാണെന്നാണ് പുള്ളി പറയുന്നത്, ഡെയിലി പറയുന്നത്. അച്ഛൻ ഈ കിൻഡർ ഗാർഡനിൽ പഠിക്കുന്ന കൊച്ച് കിൻഡർ ഗാർഡനിൽ പോകണില്ലെന്ന് പറഞ്ഞ് കരയുക. എൻ്റെ അപ്പൻ ചെയ്തതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ, വേറെ 2 മക്കളുണ്ട്, അവരെയും വിളിച്ച് ഭാര്യേനെയും വിളിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഈ കിൻഡർ ഗാർഡനിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഇവർ എഴുതി എടുത്തു. എന്നിട്ട് പൊതുവായിട്ട് എഴുതി വെച്ചു കൊച്ചു കാണുന്ന രീതിയിൽ. എന്നിട്ട് ഫിംഗർ പെയിൻറ്റിങ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇവരെല്ലാവരും ഇരുന്നിട്ട് ഫിംഗർ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ അപ്പോൾ കയ്യിൽ പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ വരച്ച് ചെയ്ത് അപ്പോഴത്തേക്കും കൊച്ചു പതുക്കെ എനിക്കും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അപ്പം പറഞ്ഞു, സോറി നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് കിൻഡർ ഗാർഡനിൽ ഞങ്ങൾ പോയത് കൊണ്ടാണ് ഞങ്ങളിത് പഠിച്ചത്. അപ്പോൾ കിൻഡർ ഗാർഡനിൽ നീ പോണില്ലാത്തതുകൊണ്ട് നിനക്ക് ചെയ്യാൻ പറ്റില്ല, യു ഡോണ്ട് നോ ഹൗ ടു ഡു ഇറ്റ്. അപ്പോൾ കൊച്ച് അപ്പം പറയുകയാണ്, പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നത്തേക്കും കൊച്ച് രാവിലെ എല്ലാവരെയൊക്കെ മുമ്പ് എഴുന്നേറ്റ് ചെയറിലിരുന്ന് ഉറങ്ങുവാന്ന്. വിളിച്ചെന്ന് ചോദിക്കട്ടെ, എനിക്ക് ഞാൻ ലേറ്റ് ആവുമല്ലോ എന്ന് പറഞ്ഞ് റെഡി ആയിട്ട് ക്രിയേറ്റ് ആൻ ഈഗർ വോണ്ട് ടു ഡു ഇറ്റ്. ഇപ്പോൾ ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരു ടീനേജറിന് അത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറയല്ലേ എൻ്റെ. അവൻ ഒരു സോക്കർ കളിക്കാരനാണെങ്കിൽ അവന് പറയാ, നീ ഇത് വലിക്കാതിരിക്കുവാണെങ്കിൽ നിനക്കൊരു ഇച്ചിരിയോടെ സ്പീഡിൽ ഓടാൻ പറ്റും. എന്നിട്ട് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ദർ ഇസ് ആൻ ഈഗർ വോണ്ട് ടു സ്റ്റോപ്പ് ഇറ്റ് ബിക്കോസ് ഹി വോണ്ട് ടു പ്ലേ ദാറ്റ് സോക്കർ. ഐ തിങ്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. കാരണം നമ്മൾ പ്രത്യേകിച്ചും കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ഞാൻ എൻ്റെ കമ്മ്യൂണിക്കേഷൻ കൂടുതലും എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന കുട്ടികളുടെ അടുത്താണ്. നമ്മൾ അവരുടെ അടുത്ത് കുറേ കാര്യങ്ങൾ ഫോഴ്സ് ചെയ്യും. ഓക്കെ, യു ഹാവ് ടു ഡു ദിസ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധിക്കാതെ അത് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണോ അവരുടെ ലൈഫിൽ അവർക്ക് അതുകൊണ്ടുണ്ടാവുന്ന ഒരു പോസിറ്റീവ് കാര്യത്തിനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ നമുക്ക് പ്രത്യേകിച്ചൊരു ഈവൻ ബാഡ് ബിഹേവിയർ ആണെങ്കിൽ പോലും നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെ. അതുപോലെ ഞാനിപ്പോൾ എൻ്റെ മോനോട് ചോദിക്കുന്ന കാര്യമുണ്ട്, ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, എനിക്ക് വേണ്ടിയിട്ടാണ് നീ ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിക്കും. അതായത് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ നിർബന്ധിക്കത്തില്ല. ഹൂ ആക്ച്വലി ബെനിഫിറ്റിംഗ് ഫ്രം ദ ഫുഡ് ഞാനാണെന്ന് ചോദിക്കും. നീ ഫുഡ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് വിശക്കുമെന്ന് ചോദിക്കും. ഇല്ല, എനിക്ക് വിശക്കത്തുള്ളൂ. ഓക്കെ, നിനക്ക് ഇപ്പോൾ നിനക്ക് എനർജി കൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പറ്റത്തുള്ളൂ. യെസ്, ഓക്കെ, അപ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കും. സോ ദ ക്രിയേറ്റ് ആൻ ഈഗർ വോണ്ട് ഇൻ ദം. ഈ 3 കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ സമ്മറൈസ് ചെയ്യാൻ, do not criticize people, be sincere and honest, appreciate sincere. അത് വെരി ഇമ്പോർട്ടൻറ്റ്. സിൻസിയർ എന്ന് പറയുന്ന വാക്ക് ചുമ്മാ പോയിട്ട് നീ തൂപ്പറ എന്ന് പറയുന്നത് അതല്ല. അതില് ഒരു ഫ്ലാറ്ററി അല്ല എന്നും പറയുന്നത് പ്രത്യേകം പുള്ളി അതിൽ എഴുതിയേക്കുന്നത് ആ ഒരു സെന്റൻസ് അങ്ങനെ തന്നെയാണ്. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് യു ഹാവ് ടു ഫ്ലാറ്റർ ദം ഫോർ നോ റീസൺ. അതാണ് സിൻസിയർ എന്ന് പറയുന്നത്. അതാണ് ഞാനിപ്പോൾ എൻ്റെ വൈഫിനോട് പറയുമ്പോൾ സിൻസിയർ ആയിട്ട് അവൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ആ കാര്യത്തിൽ നമ്മൾ ചെയ്യണം. ഇപ്പം ആള് ഇപ്പോൾ ഒരു ഓണ്ടർപ്രണർ ആയി, എല്ലാ ദിവസം എന്നിട്ട് പറയും, ഓ വാ വാട്ട് ആർ യു ഡൂയിങ്, അടിപൊളിയാണ് ചെയ്തത്. കാരണം ഇറ്റ് ഈസ് ദാറ്റ്. കാരണം ആളുകൾ മനുഷ്യനത് ഡിസേർവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ കഷ്ടപ്പെടുന്ന ആളുകൾ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ആ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക്, ചെറിയ ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവർ ലൈഫ് ചേഞ്ച് ആവും. ഞാൻ കഴിഞ്ഞ ദിവസം അമ്മേനെ നാട്ടിൽ പോയപ്പോഴേ മമ്മീനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, മമ്മി താങ്ക് യു. പക്ഷേ ഒന്ന് വെച്ചാൽ എനിക്ക് ഒരു കാര്യം ചെയ്തിട്ട് ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് താങ്ക് യു പറഞ്ഞു. മമ്മി കരഞ്ഞു. അതിന് ആദ്യമായിട്ടാണ് മമ്മിയോട് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. സോ ആ ജെനുവിൻ ഇത് ചെയ്യണം. പിന്നെ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ ഓൾവേസ് ക്രിയേറ്റ് ആൻ ഈഗർ വോണ്ട് ഇൻ ദം. അത് 3 ചെയ്യേണ്ടത്. ആ ഒരു പാർട്ട് 2 എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ, ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ കൂടുതലും പറയണത് എങ്ങനെയാണ് മറ്റൊരാൾക്ക് നമ്മളെ ഇഷ്ടപ്പെടുത്താൻ പറ്റുക എന്നുള്ളത്. അതായത് 6 ways to make people like you. യെസ്.
കാരണം അതൊരു വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണല്ലേ. നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടത് പോലെ തന്നെ നമുക്കും ഒരു ആഗ്രഹങ്ങളുണ്ടാവും, ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടണം എന്നുള്ളത്. എങ്കിലേ നമുക്കൊരു നല്ല ഫ്രണ്ട് സർക്കിളും നമുക്ക് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഇത്തിരി കൂടി നമുക്കൊരു സോർട്ട് ഓഫ് ഗുഡ് റാപ്പോ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുള്ളൂ. അതിനെ പറ്റിയിട്ട് എന്താണ് ലിജിൻ്റെ ടേക്ക്? വെരി ഇൻട്രീഗിങ് ആയിരുന്നു ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ. പുള്ളി ഒരു വലിയൊരു സെയിൽസ് പിച്ചിലാണ് മറ്റേ ഇതിൻ്റെ ഹെഡിങ്സ് എഴുതിക്കുന്നത്, പക്ഷേ അതിൻ്റെ റിയൽ കോർ അതിൻ്റെ ലാസ്റ്റിൽ എഴുതിയിരിക്കുന്നത്. സോ ഐ വിൽ ജസ്റ്റ് ടേക്ക് ദാറ്റ് കോർ ആൻഡ് ഐ വിൽ റീഡ് ദാറ്റ്. സോ ബിക്കം ജെന്യുവിൻലി ഇൻട്രസ്റ്റഡ് ഇൻ പീപ്പിൾ എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾക്ക് ഒരാളെ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ ആൾക്ക് ഇഷ്ടപ്പെടുന്ന വി ഹാവ് ടു ബി ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് പേഴ്സൺ. ഇറ്റ്സ് എ ടു വേ തിങ്. ഞാൻ എന്തൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞാലും they won't be interested in you because there should be something for them. So you have to be interested in that person. ശ്യാം ഇത് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. You are interested in their family. When you speak to a stranger, ഞാനത് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. You speak about their family, you speak about you talk about their family, you ask them how they are. നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് അതിൻ്റെ ഇതെന്താണ്, എന്നാ അടിപൊളിയാ. ഇതൊരു കള്ളത്തരം ചെയ്യുമല്ല. That's the way you speak to everyone because you are genuinely interested in people. അപ്പോൾ അതൊരു ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഞാനിപ്പോഴും അതെ, ഞാൻ now I try and learn about people. ഞാൻ അങ്ങനെ I want to know you എന്നുള്ള പറയും. അതിനകത്തൊരു പറയുന്നൊരു എക്സാമ്പിൾ ഉണ്ട്. ഒരു തിയഡോർ റോസ്വെൽറ്റ് എന്ന് പറയുന്നത് 26th പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. പുള്ളിയാണ് ദി മോസ്റ്റ് ഇത് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തൊരു പേഴ്സൺ. പുള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഇങ്ങനെ ഇപ്പോൾ വൈറ്റ് ഹൗസിൽ നടക്കുമ്പോഴോ ആളുകളെ പുള്ളിക്ക് എല്ലാവരെയും അറിയാം, എല്ലാവരോടും ചോദിക്കും സുഖമാണോ, അല്ലെങ്കിൽ ഇത് എന്നാണ്. നമ്മൾ സിനിമയിലൊക്കെ ഒബാമ അങ്ങനെ പല പെട്ടെന്ന് പോയി. ഈ തിയഡോർ റോസ്വെൽറ്റിൻ്റെ പല കൂടെ വർക്ക് ചെയ്ത ആളുകളുണ്ടല്ലോ, അവരും ബുക്ക് ചെയ്തിട്ടുണ്ട് പുള്ളീനെ കുറിച്ച്. ആലോചിച്ച് നോക്കണം പുള്ളിയുടെ ബിഹേവിയറിനെ കുറിച്ച്. ഇതിനകത്തൊരു പുള്ളിയുടെ ഡ്രൈവർ എഴുതിയേക്കുന്ന ഒരു ബുക്കുണ്ട്. ഡ്രൈവറിൻ്റെ ഭാര്യ റോസ്വെൽറ്റിനോട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ബോബ് വൈറ്റ് എന്ന് പറഞ്ഞൊരു പക്ഷീനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എനിക്കിത് കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ എന്ന് പറഞ്ഞു. അപ്പോൾ റോസ്വെൽറ്റ് അതിനെക്കുറിച്ച് ഫുൾ പറഞ്ഞു കൊടുത്തു. തെറിയുന്ന പുള്ളീനെ എനിക്ക് ഇഷ്ടം ഫുൾ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഇരിക്കുന്നത് എങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ദിവസം പുള്ളിയുടെ വീട്ടിലൊരു ഫോൺ വന്നു. പുള്ളി ഇവർ ഇപ്പോൾ ഡ്രൈവർ താമസിക്കുന്നത് സെയിം കോമ്പൗണ്ടിൽ തന്നെയാണ്. അപ്പോൾ പ്രസിഡന്റ് വിളിച്ചൊക്കെ നേരെ നീ ഇപ്പം നിൻ്റെ വീടിൻ്റെ സൈഡിലുള്ള ജനലേക്കടെ ഈസ്റ്റിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ എ ബോബ് വൈറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കണം, അത്ര കെയർ ചെയ്യണതാണ്. കെയർ അതാണ് പുള്ളി പറയാം. പുള്ളി നടന്നു പോകുമ്പോഴത്തേക്ക് ആരെങ്കിലും കാണുവാണെങ്കിൽ പുള്ളി വിളിച്ച് സുഖമാണോ ഇതാണെന്ന് ചോദിക്കും. അപ്പം റോസ്വെൽറ്റ് ആളുകളെ വാസ് ജെന്യുവിൻലി ഇൻട്രസ്റ്റഡ് ഇൻ പീപ്പിൾ. എല്ലാവരെക്കുറിച്ചും അറിയായിരുന്നു, എല്ലാവരുടെയും കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു. പുള്ളി ഹി വുഡ് ഗോ ബാക്ക് ആൻഡ് ആസ്ക്. നമ്മൾ ആ ഇൻട്രസ്റ്റ് അവരെല്ലാം ഉണ്ടാക്കിയത്, നമ്മൾ ആ ജെന്യുവിൻലി ഇൻട്രസ്റ്റഡ് ആണെന്ന് കഴിഞ്ഞാൽ പീപ്പിൾ വിൽ നെവർ ഫോർഗെറ്റ് ഇറ്റ്. ആണ് ഇപ്പം ഇപ്പോൾ നമ്മുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള മനുഷ്യൻ്റെ ഇൻട്രാക്ഷൻസ് എല്ലാം ഒരു സൂപ്പർഫിഷ്യൽ ലെയറിലാണ്. അപ്പോൾ ആരും അതിൻ്റെ അപ്പുറത്തേക്ക് അറിയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും തോന്നുന്നു എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വിത്ത് ലൈഫ്, നമ്മളെപ്പോഴും ആ ഒരു സെക്കൻഡ് ലെയറിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ദാറ്റ് ഈസ് എ കണക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലെങ്കിൽ ആ ഒരു ഡീപ്പ്, നമ്മൾ ആ ഒരു അടുത്ത ലെവലിലേക്കും കൂടി ആൾക്കാരിൽ റീച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ആ ഒരു കുറച്ചും കൂടി ആഴത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാവും. നമ്മളതാണല്ലോ. സോ ദാറ്റ്സ് ഹൗ പീപ്പിൾ ലൈക്ക് യു. നമുക്ക് അതാണ് നമ്മൾ അവരിൽ ഇൻട്രസ്റ്റഡിലാണ്. നമ്മൾ അവരെ ഷുഡ് ബി സംതിങ് ഫോർ ദം. മനസ്സിലായില്ലേ? സംതിങ് ഫോർ ദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റണം എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ദേ ഷുഡ് അറ്റ്ലീസ്റ്റ് നമുക്കൊരു സ്പേസ് ഉണ്ടാവണം അവർക്ക്. നമുക്ക് അവരിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവണം. നമുക്ക് ഒരു കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് പേഴ്സണലി ഒരു മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, എങ്ങനെയാണ് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞു ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് അതങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ആ ഒരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കണമെന്ന് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു അതിന് റിപ്ലൈ ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഉത്തരമാണ് അല്ലേ. നമ്മൾ ആളുകൾ അല്ലെങ്കിൽ അവരുടെ ജീവിതം, അവരുടെ ഫാമിലി, അത്തരം കാര്യങ്ങളിൽ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ, ക്യൂരിയോസിറ്റി നോട്ട് ഇൻ എ ബാഡ് വേ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വേയിലല്ല, പക്ഷേ ആ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും ആളുകൾക്ക് അവരെപ്പറ്റി പറയാൻ ഇഷ്ടമാണ്. ഇപ്പം ലിജിൻ ആ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളെപ്പറ്റി പറയാൻ തുടങ്ങുന്നത് ലിജിൻ നിർത്തിയതുപോലെ എനിക്ക് ലിജിനെ പറ്റി കേൾക്കാൻ എനിക്ക് ഇഷ്ടം കൂടും തോറും ലിജിന് എന്നോടുള്ള ഇഷ്ടം കൂടും. ഉറപ്പായിട്ടും അത് റിയൽ ടൈമിൽ കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും മനസ്സ് നിറഞ്ഞു പോകും. പക്ഷേ ആളുകൾ ജെന്യുവിനായിട്ട് നമ്മളോട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഇത്ര നാൾ 10-26 വർഷം വെറുതെ കളഞ്ഞല്ലോ എന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു. പിന്നെ ഇതിനകത്ത് അടുത്തായിട്ട് പറയുന്നത് സെക്കൻഡ് ഇതാണ് സ്മൈൽ.
ഇതെനിക്കുള്ളൊരു സാധനമായിരുന്നു. അതെ, ഞാൻ വെച്ചാൽ അതിന് കാരണമുണ്ട് ശ്യാമ. ഞാനിത് വായിച്ചപ്പോൾ ഞാൻ തിരിച്ചു ചിന്തിച്ചു, വൈ ഡു ഐ സ്മൈൽ ഓൾ ദ ടൈം. ഞാൻ എല്ലാവരും പറയും യു ഓൾവേസ് സ്മൈൽ എന്ന് പറയും. എന്നോട് പണ്ടൊരു ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിന്നിലാകെ നല്ലത് ഫിസിക്കലി നല്ല ഒറ്റ സാധനമേ ഉള്ളൂ സ്മൈൽ. ഒരു ഇൻസൾട്ട് ആയിരുന്നു. പക്ഷേ എനിക്ക് ആദ്യം വിഷമം തോന്നി, പിന്നെ എനിക്ക് തോന്നി അത് കൊള്ളാലോ, എനിക്ക് കൊള്ളാത്തൊരു സ്ഥലമുണ്ട്. ഓക്കെ, ഞാൻ അതിൽ പിന്നെ ഞാൻ ഐ ഓൾവേസ് ട്രൈ ടു സ്മൈൽ. ഞാൻ എപ്പോഴും ചിരിക്കും. ഇറ്റ്സ് ജെനുവിൻ. ഞാൻ എപ്പോഴും അത് എന്നെ ഒത്തിരി ചിരി നമുക്ക് ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അതെ 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 നമ്മൾ ജെനുവിൻലി. അപ്പോൾ പുള്ളി ഡെയിലി പറഞ്ഞാൽ നമ്മൾ ഫോൺ വിളിക്കുമ്പോഴും ചിരിച്ചോണ്ട് വർത്താനം പറയാം. അതെ, ചിരിക്കേണ്ട ആവശ്യമാണ്. അത് ഭയങ്കര ഡിഫറെൻറ്റ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ചിരിക്കേണ്ട എന്നാണ്ട് വിശേഷം, സുഖമാണോ, അങ്ങനെ അതെ എന്നാണ്ട് വിശേഷം, സുഖം. ഇറ്റ്സ് ഡിഫറെൻറ്റ്. സ്മൈല് ഇത് ചെയ്യുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചൊരു 10 റീൽസ് അതിനെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ ഫോണിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാമെന്ന് പറയുന്നത്. കാരണം നമ്മൾ അപ്പുറത്തുള്ള ആളുടെ മുഖം കാണുന്നില്ല, നമ്മൾ ശബ്ദം കേൾക്കണുള്ളൂ. പക്ഷേ എങ്കിലും നമുക്ക് അങ്ങേ തലക്കിലുള്ള ആൾ വെൽക്കമിങ് ആണോ നമുക്ക് അറിയാൻ പറ്റും. കാരണം അയാൾ നമ്മൾ കാണണില്ലെങ്കിൽ അയാൾ സംസാരിക്കുമ്പോൾ നമ്മൾ അയാളുടെ ഒരു മുഖം നമ്മുടെ ഇമാജിനേഷൻ ചെയ്യാണ്, അല്ല നമ്മൾ ഭാവനയിൽ കാണാണ്. പക്ഷെ നമുക്ക് അതിനൊരു പോസിറ്റീവ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും ഒരു ഫോൺ കോൺവെർസേഷനിൽ. ഓക്കെ, നമ്മൾ ഓരോ പ്രാവശ്യം നമുക്ക് നിങ്ങൾ അങ്ങനത്തെ ഒരാളല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് സ്മൈലിംഗ് ഡെലിബറേറ്റ്ലി. നമ്മളിപ്പോൾ രാത്രി നമ്മൾ തന്നെ ഇരിക്കുമ്പോഴത്തേക്കും മൂളിപ്പാട്ട് പാടും, നമ്മൾ ചിലപ്പം തട്ട് പിടിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അതിന് പകരം നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്കും ചിരിക്കുക, ചുമ്മാ ലിറ്ററലി ചുമ്മാ ഒരു കാരണമുണ്ട് ഇങ്ങനെ ചിരിച്ച് നമ്മൾ പഠിക്കുക. ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് സൈക്കോളജിസ്റ്റ് പറയുന്ന ആരോ ഞാൻ പേര് പറഞ്ഞു പോയി, ആൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഒരു പെർസെപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ഷൻ ഫോളോസ് ഇമോഷൻ എന്നാണ്. അല്ല, ഇമോഷൻ നമുക്ക് ആ ഫീലിംഗ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ആക്ഷൻ ഉണ്ടാവും. പക്ഷേ ഇതിനകത്ത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ആക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡെലിബറേറ്റ്ലി ചിരിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാപ്പിനെസ് എന്നുള്ള ഫീലിംഗ് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ബേസിക്കലി ഇത് നമുക്കൊരു 2-way ഹെൽപ്പാണ്. നമ്മൾ ചിരിക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് ലൈക്ക് ഹഗ്ഗിങ് എന്നാണ് പറയുന്നത്. നമ്മൾ ആ ഓപ്പോസിറ്റ് പേഴ്സണെ ഫീൽ ചെയ്യുന്നത്. നല്ല ചിരിച്ച ഹലോ ഹൗ ആർ യു എന്ന് പറയുമ്പോഴത്തേക്കും യു മേക്ക് ദാറ്റ് പേഴ്സൺ ഫീൽ വെൽക്കം ടു യു. അതൊരു ഭയങ്കര അതിന്റെ പവർ ഭയങ്കര ഹൈ ആണ്. എനിക്ക് എപ്പോഴും കിട്ടുന്നൊരു കോംപ്ലിമെന്റ് ആണ്. അത് ഞാൻ ചുമ്മാ പറയാം. നമുക്കാണെങ്കിലും ഒരു ചിരിച്ചുകൊണ്ട് ഒരാൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇത്തിരി കൂടി അയാളുടെ അടുത്ത് അട്രാക്റ്റഡ് ആവും. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലാണെങ്കിൽ ഒരാൾ കുറച്ചൊരു സ്മൈലിംഗ് ഫേസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വെൽക്കമിങ് ആണ്. നമ്മൾ അയാളുടെ അടുത്ത് പോയി സംസാരിക്കാൻ തോന്നുന്നു. പക്ഷെ ഒരു 20 പേരുള്ള ഗ്രൂപ്പിൽ ഒരാൾ മാത്രം ഒരു സ്മൈലായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ സ്ട്രൈറ്റ് അയാളിലേക്ക് അട്രാക്റ്റഡ് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ പഠിച്ചോ എവിടെയാണ് നമ്മൾ എവിടെയാണ് നമ്മൾ എത്തിപ്പെട്ടതെന്ന് തോന്നില്ലേ. പക്ഷെ ആ ഒരു സ്മൈൽ ക്യാൻ മേക്ക് എ ബിഗ് ഡിഫറൻസ്. ട്രൈ ആൻഡ് ഡു ഇറ്റ്. നമ്മൾ ശ്രമിക്കുക. പിന്നെ അടുത്താണ് റിമെമ്പർ ദ പേഴ്സൺസ് നെയിം. ഇനി ഞാൻ വളരെ കഷ്ടപ്പെടുന്നതും ഞാൻ വളരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. പക്ഷേ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഡെയിലി അതിനകത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നെയിം ഈസ് ദ മോസ്റ്റ് യുണീക്ക് തിങ് ഫോർ ദാറ്റ് പേഴ്സൺ എന്നാണ്. അതെ, ആ പുള്ളിയുടെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ളതും പുള്ളീനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും പുള്ളിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള സൗണ്ടാണ് ആ നെയിം. പുള്ളി ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നതാണ് അതിനകത്ത്. അപ്പോൾ നമ്മൾ ആ നെയിം വെച്ചിട്ട് പുള്ളിയോട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ വിൽ ഫീൽ വെരി ക്ലോസ് ടു യു. നമ്മുടെ ആ കോൺവെർസേഷനിൽ ആൾ ഭയങ്കര ഡ്രോണിൻ ആവും. നമ്മളെ എടാവേ പോടോ കുട്ടാ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാതെ, അല്ലെങ്കിൽ ചേട്ടനിൽ ഒതുക്കാതെ ടോക്ക് ടു. ഇപ്പോൾ ആ ചേട്ടന് മുമ്പ് ആ പേരിടുക, ഇപ്പോൾ ശ്യാം ചേട്ടാ. കാരണം നമ്മൾ ഈ പ്രത്യേകിച്ച് വെസ്റ്റേൺ കൾച്ചറിൽ, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലേക്ക് അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ ആ നെയിം ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഇംഗ്ലീഷുകാർ ഭയങ്കരമായിട്ട് ആ പേര് ഓർത്ത് വയ്ക്കും. നമുക്ക് ആദ്യമൊക്കെ ആലോചിക്കും ഇത് ഇങ്ങനെയാണ് ഇവർ സാധിക്കുന്നത്. പക്ഷേ അതൊരു വേ ഓഫ് അവർക്ക് അട്രാക്ട് ചെയ്യണതാണ് നമ്മളെ, അല്ലേ. അപ്പം നമ്മളെ പേര് ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവർ നമ്മളുടെ പേര് വിളിക്കുകയാണ്, നമ്മളാലേക്ക് ഇദ്ദേഹത്തിന് ഇപ്പോഴും നമ്മളുടെ പേര് ഓർമ്മയുണ്ടല്ലോ എന്ന് കരുതും. ആ ഡെലിബറേറ്റ്ലി പ്രാക്ടീസ് ചെയ്തിട്ട് അവർ ചെയ്തെടുത്തതായിരിക്കും, അല്ലേ. ഉറപ്പായിട്ടും അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പം ഞാനിപ്പോൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ കേട്ടോ, മോനോട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സംസാരിക്കുമ്പോൾ ഞാൻ എടാ എന്നുള്ള രീതിയിൽ സംസാരിക്കത്തില്ല. എയ്ഡൻ എന്ന് വിളിച്ചിട്ട് ഞാൻ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ പാപ്പി. നെയിം ഒരാളുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. പിന്നെ ദേ ഫീൽ റെസ്പോൺസിബിൾ അബൌട്ട് വാട്ട് ദേ ഡൂയിങ്. അത് അതിൻ്റെ വേറൊരു സൈഡാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് പറയുമ്പോഴത്തേക്കും ദേ ഫീൽ ക്ലോസ് ടു ദാറ്റ് കോൺവെർസേഷൻ. പിന്നെയാണ് ബി എ ഗുഡ് ലിസണർ ആൻഡ് എൻകറേജ് അതേഴ്സ് ടു സ്പീക്ക് അബൌട്ട് ദംസെൽഫ്. എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു ലിസണർ ആവുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്നിട്ട് പിന്നെ ആ കോൺവെർസേഷൻ കൂടുതൽ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ഓപ്പോസിറ്റുള്ള ആ പേഴ്സണെ കൊണ്ട് അയാളെക്കുറിച്ച് മാക്സിമം പറയിപ്പിക്കുക, സംസാരിപ്പിക്കുക. സ്വന്തം ആളെ എന്നെക്കുറിച്ചല്ല, പക്ഷെ ശ്യാമിനോട് സംസാരിക്കുകയാണെങ്കിൽ ശ്യാമിനെ കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ട്രൈ ചെയ്യുക. എന്നിട്ട് ആൾ പറയുന്ന കാര്യങ്ങൾ വെരി
വെരി എന്താ പറയുക വെരി ഡീപ്പായിട്ട് ലിസൺ ചെയ്യുക. പിന്നെ അത് ഞാൻ ഇത് പലയിടത്തും നമ്മൾ പറയുന്നത് ഡു നോട്ട് ലിസൺ ടു സ്പീക്ക് എന്ന് പറയും, നമ്മൾ എല്ലായിടത്തും പറയുന്നതാണ്. അത് ഇതിനകത്ത് പറയും നമ്മൾ സംസാരിക്കുന്നത് ആ പറയുന്ന കാര്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ടല്ല ആയിരിക്കരുത്. എനിക്ക് തോന്നുന്നു നമ്മൾ പ്രത്യേകിച്ച് മലയാളീസിന് ഒരു സ്ട്രഗിൾ ചെയ്യണ ഒരു ഏരിയയാണ്. കാരണം ഒരു ചോദ്യം കേൾക്കുമ്പോഴേക്കും നമ്മൾ ഉത്തരം പറയാൻ റെഡിയാണ്. അല്ലെങ്കിൽ ലിജിൻ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ ലിജിന് പറയാനുള്ള ഉത്തരം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതൊരു നാച്ചുറൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുക്കാൻ പറ്റുന്ന സാധനമാണ്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണ് ലിസണിങ്, അല്ലെങ്കിൽ ഒരു ഡീപ്പ് ലിസണിങ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ അത് നമുക്ക് സ്കില്ലില്ലാത്ത ആളുകൾക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു സംഭവമാണ് അല്ലേ? ഉറപ്പായിട്ടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതിനകത്ത് പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പീപ്പിൾ ആർ ജെന്യുവൻലി ഇൻട്രസ്റ്റഡ് ഇൻ ദെം ആൻഡ് ദെയർ പ്രോബ്ലംസ് മോർ ദാൻ എനിവൺ എൽസ്. പിന്നെ അപ്പം അത് അത് നമ്മൾ പോയിട്ട്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ പോയിട്ട് എൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോ വേ മാൻ, അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല. ഇതിപ്പോൾ നമ്മൾ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്ന ഒരു അവസ്ഥയല്ലേ ഞാൻ പറയുന്നത്. ഞാൻ ഗോയിങ് ബാക്ക് ടു അവർ തീം, വി ആർ ട്രൈങ് ടു മേക്ക് പീപ്പിൾ ലൈക്ക് അസ്. അപ്പം സോ യു ഷുഡ് ഗിവ് സ്പേസ് ഫോർ ദെം ടു ടോക്ക് അബൌട്ട് ദെയർ തിങ്സ്. ഞാൻ ആദ്യം പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പോലെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ് ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത്. കാരണം ഞാൻ ഈ നെഗോഷിയേഷൻ പഠിപ്പിക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരു ട്രിക്കാണ് ബി എ ഗുഡ് ലിസണർ. അതായത് നമ്മൾ അവിടെ ചെന്ന് നമ്മളെപ്പറ്റി കുറേ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. സ്റ്റോപ്പ് ചെയ്യുക, അവരെ കൊണ്ട് മാക്സിമം സംസാരിപ്പിച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു നെഗോഷിയേഷൻ്റെ ബേസിക് ബി എ ഗുഡ് ലിസണർ എന്നാണ്. കാരണം അത് ബിസിനസ് ആയിക്കോട്ടെ, ഓൺടർപ്രണർഷിപ്പ് ആയിക്കോട്ടെ, വാട്ടവർ, നമ്മൾ പിച്ച് ചെയ്യാനായി എന്തിനു പോവുകയാണെങ്കിലും ആ ഒരു ലിസണിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഐ ക്യാൻ ലിജിനെ വിൻ ചെയ്യാമെന്ന് മാത്രമല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ലിജിനെ കൊണ്ട് എനിക്ക് ഡീൽ ചെയ്യിപ്പിക്കാനും പറ്റും. അല്ലാണ്ട് ഞാൻ അവിടെ ചെന്ന് നമ്മൾ പൊതുവെ ആ ഒരു ബാർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയില്ല, അല്ലെങ്കിൽ ചുമ്മാ നമ്മളെ പറ്റി ബാബാ പറഞ്ഞിരിക്കണേ ഭേദം ഇപ്പോൾ ഒരു നെഗോഷിയേഷനിൽ ഐ വോണ്ട് ടു നോ വാട്ട് യു ഹാവ്, അല്ലെങ്കിൽ ലിജിൻ എന്താണ് എനിക്ക് സെല്ല് ചെയ്യാനുള്ളതെന്ന് എനിക്കറിയണം, ലിജിൻ എവിടെയാണ് ലിജിൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് എനിക്കറിയണം, അല്ലെങ്കിൽ ഏത് ഡീല് ഞാൻ വെച്ചാലാണ് എനിക്ക് ലിജിനെ കീഴടക്കാൻ പറ്റുകയെന്ന് അറിയണം. അതൊരു നെഗോഷിയേഷൻ, ഇറ്റ്സ് എ ബിസിനസ് ജേണിയിൽ. ഇത് നമ്മളൊരു നാച്ചുറൽ കോൺവെർസേഷനിൽ അല്ലെങ്കിൽ നാച്ചുറൽ ലൈഫിൽ നമ്മൾ പറയണം. ഓക്കെ, വെരി ട്രൂ. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ബേസിക് തന്നെ. പിന്നെ അത് പറയുന്ന ഒരു അമ്മയുടെയും കൊച്ചിൻ്റെയും ഒരു കഥയുണ്ട് കേട്ടോ. അത് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. ഒരു കൊച്ചു ഓടി വന്നിട്ട് അമ്മയോട് പറയാണ്, അമ്മ എനിക്കറിയാം നീ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന്. അപ്പം അമ്മ ഭയങ്കരമായിട്ട് ഇതായിട്ട് ചോദിച്ചു, അതെങ്ങനെയാ? ഓക്കെ, ദാറ്റ് ഈസ് ട്രൂ, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. എന്നെ നീ അങ്ങനെ പറയാൻ കാരണം നീ കേട്ടോ. കാരണം അപ്പോൾ കൊച്ചു പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ പറയുമ്പോൾ നീ എല്ലാം ഉപേക്ഷിച്ച് എന്നെ ലിസൺ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ വേറെ നീ അത് ലിസൺ ചെയ്യുന്നു, വിച്ച് ആൻഡ് ഐ ഫീൽ ദാറ്റ് ഓൺലി യു ഡു ദാറ്റ് ഫോർ മീ. അപ്പം ലോകത്ത് അത് ചെയ്യുന്ന ഒരാൾ ആ കൊച്ചിന് അമ്മ മാത്രമേ ഉള്ളൂ. സോ ഹി തിങ്സ് അതാണ് നമ്മൾ ഇപ്പോൾ ലൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. നമ്മൾ ലിസൺ ചെയ്യുക എന്നുള്ള ആ ഒരു ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ, കൊച്ചുങ്ങൾ സംസാരിക്കുമ്പോഴാണ് നമ്മൾ ആൻസർ, അവർക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ. ഇപ്പോൾ സ്പൂൺ ഫീഡിങ് ആണല്ലോ മൊത്തത്തിൽ. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി, ഓക്കെ അവൻ പറഞ്ഞു തരുന്നത് നമ്മൾ റെഡിയാണ്. പക്ഷേ ജസ്റ്റ് തിങ്ക്, അവരെ ഹോൾഡ് ചെയ്തിട്ട് ലിസൺ ടു ദം. ഓക്കെ 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 എന്നിട്ട് വാട്ട് യു തിങ്ക്. ആക്ച്വലി നമ്മൾ തിങ്സ് ഇതാണ്. എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ക് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് എന്നാണ്. അപ്പോൾ ബി എ ഗുഡ് ലിസണർ ആൻഡ് ആസ്ക് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ടു ദം. അപ്പോൾ ആ പുള്ളി പറയും, ഇപ്പോൾ ശ്യാം എന്നോട് പറയുന്ന കാര്യത്തിൻ്റെ പറയുകയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത് ശ്യാമേ? അപ്പോൾ പറയുകയാണ് ഓക്കെ ഇങ്ങനെ വരുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ, ഓ ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇങ്ങനെ അത് അപ്പോൾ പറയും ഓക്കെ ഓക്കെ അങ്ങനെയാണ്. അപ്പോൾ ആളിങ്ങനെ ഇങ്ങനെ നമ്മൾ കണക്ഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ആൾ തോന്നുകയാണ് ഹീ റിയലി വോണ്ട് ടു നോ മീ എന്ന് പറയാം. ഇത് ജെനുവിൻ ആയിരിക്കണ്ടോ? ഇത് വീണ്ടും ഞാൻ പറയുകയാണ്, ഇപ്പോൾ പറയുന്ന ഓരോ കാര്യങ്ങളുടെയും മുമ്പിൽ ജെനുവിൻ എന്നുള്ള വാക്കുണ്ട്. നമ്മളൊരു ക്രൂക്കഡ് ലക്ഷ്യം വെച്ചുകൊണ്ട് പോയി കള്ളത്തിന് മനസ്സിലാവും. പിന്നെ നമുക്ക് എത്ര നാൾ അങ്ങനെ ഒരു ഫേക്ക് ആയിട്ട് നമുക്ക് നിലനിൽക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ ആ ഇൻട്രസ്റ്റ്. ഇപ്പോൾ ലിജിൻ പറഞ്ഞ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഗെറ്റിംഗ് ഡീപ്പ് ഇൻ ടു ദ അതർ പേഴ്സൺ എന്ന് പറയുന്നത് കുട്ടികളുടെ അടുത്ത് ശരിക്കും വർക്ക് ചെയ്യും. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മിലൻ ഒരു സംഭവം കഴിഞ്ഞ് അവൻ ഭയങ്കര ദേഷ്യമായിട്ട് ഹി വാസ് എക്സ്പ്രസിങ് ഹിസ് ആങ്കർ. കാരണം അവൻ ആ ഒരു ഇമോഷണലി അവൻ റിയാക്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചെന്ന് സംസാരിച്ച്, ഇപ്പോൾ അവൻ്റെ ഒരു ലെവലിൽ നിന്ന് സംസാരിച്ച് എന്താണ് അങ്ങനെ ഒന്ന് കാം ഡൗൺ ചെയ്തതിന് ശേഷം എന്താണ് ഇപ്പോൾ നിനക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ
കുട്ടികൾക്ക് തിരിച്ചറിയാത്തൊരവസ്ഥയാണ് അവർ ഏത് ഇമോഷനിൽ കൂടെ കടന്നു പോകണത് എന്നുള്ളത്. ഇപ്പോൾ ഓക്കെ അവൻ പറഞ്ഞു അവന് ദേഷ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് ഓക്കെ എങ്ങനെയാണ് ദേഷ്യം വരുന്നത്? അപ്പോൾ അച്ഛാ എനിക്ക് ദേഷ്യം വരുന്നു, എനിക്ക് അറിയില്ല, എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ് തോന്നണത്. ഓക്കെ അങ്ങനെ നമ്മൾ കുറച്ച് ഡീപ്പായി അത് മാഞ്ഞു പോയി. പിന്നെ അപ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് നമ്മൾ പ്രത്യേകിച്ചും കുട്ടികൾ വളർന്നുകൊണ്ടിരുമ്പോൾ ദേ ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദെയർ ഇമോഷൻസ്. അവർ കടന്നു പോകുന്ന ഇമോഷനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റണം അല്ലേ? അപ്പോൾ അതിന് ഡീപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആവശ്യമാണ്. അതെന്ന് വെച്ചാൽ നമ്മളൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു മാനിപ്പുലേറ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ല, ജെനുവിൻലി ചോദിക്കുക നീ അതിനെപ്പറ്റി പറ, ജസ്റ്റ് ലെറ്റ് ദം യൂസ് ദെയർ വേർഡ്സ്. അത് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞ് ആ ഒരു ഇമോഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇപ്പം നമുക്ക് ഇപ്പം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അതൊരാളുടെ അടുത്ത് ഒരു ഫ്രണ്ടിൻ്റെ അടുത്തോ പറയാൻ തീർക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് പിന്നെ നമ്മൾ ക്യാരി ചെയ്യണില്ല. ഉറപ്പായിട്ടും. അപ്പോൾ അതിനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കലും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സീക്രട്ട് കോഡാണ്. 100%. അത് തന്നെ അതിനകത്ത് പറഞ്ഞത് ശ്യാമ സമ്മറൈസ് ചെയ്ത് കറക്റ്റായിട്ട്. നമ്മൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ആ ലിസൺ ചെയ്യാനും അതിനോട് ചോദിക്കുന്നത്. നമ്മൾ ലിസൺ ചെയ്ത് ഓക്കെ നമ്മൾ ആ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള ക്വസ്റ്റൻ ആയിരിക്കണം അടുത്ത്, അല്ലാതെ നമ്മൾ അതിന് ഉത്തരം പറഞ്ഞ അൺലെസ് ദേ വാണ്ട് ആൻ ആൻസർ. അതെ. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ അവരെന്തെങ്കിലും പറയുമ്പോൾ നീ അച്ഛൻ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അമ്മ പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യല്ലേ എന്ന് അവരുടെ തലേ കയറില്ല. നന്നായിട്ടറിയാം. ഫിഫ്ത്ത് തിങ് ടു റിമെമ്പർ ഈസ് ടോക്ക് ഇൻ ടേംസ് ഓഫ് ദാറ്റ് പേഴ്സൺസ് ഇൻട്രസ്റ്റ്. ഇപ്പം നമ്മൾ എല്ലാവരും ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റിന് ഇതാണ് കോൺവെർസേഷൻ സംസാരിക്കുകയാണ്. ബട്ട് ദാറ്റ്സ് നോട്ട് റൈറ്റ്. ഇപ്പം നമ്മൾ ഒരാളെക്കുറിച്ച് ഇപ്പം ഞാൻ ശ്യാമിനോട് സംസാരിക്കുകയാണെങ്കിൽ ഫൈൻഡ് അബൌട്ട് വാട്ട് ഇൻട്രസ്റ്റ് ചെയ്യും. നമ്മൾ സാറിന് ചെയ്യാറുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ ലിങ്ക്ഡിനിലൊക്കെ തപ്പി അല്ലെങ്കിൽ മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആളുകളെ കുറിച്ചൊന്ന് പഠിക്കുക. ഇത് മാനിപ്പുലേഷൻ അല്ല. ദിസ് ഇസ് ജസ്റ്റ് ടു അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വി ആർ ട്രൈങ് ടു ക്രിയേറ്റ് എ കണക്ഷൻ. സോ ആൻഡ് വി ഡു എവറിത്തിങ് ദാറ്റ്സ് റിക്വയർഡ് ഫോർ ദാറ്റ്. കാരണം ബിസിനസ് ആണെങ്കിലും ഇത്തരം ഇതെല്ലാം നമുക്ക് നല്ല കണക്ഷൻ ഉണ്ടെങ്കിലേ ആ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ബിസിനസ്സിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ ലിജിൻ, ഞാൻ എക്സാമ്പിളായിട്ട് പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫുട്ബോളിനെ കുറിച്ച്. എനിക്ക് ഫുട്ബോളിനെ കുറിച്ച് എനിക്ക് ഫുട്ബോൾ അത്ര ഇഷ്ടമുള്ള ഞാൻ ഫോളോ ചെയ്യുന്ന ആളല്ല. ഐ ഹാവ് നത്തിങ് ടു സേ. അതായത് എനിക്കൊന്നും പറയാനില്ല. കാരണം പുള്ളി എന്നോട് ഇങ്ങനെ പറയണോ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ലിറ്ററലി പറഞ്ഞാൽ ഞാൻ അങ്ങ് സ്വിച്ച് ഓഫ് ആയിപ്പോയി. പിന്നെ പറഞ്ഞതൊന്നും എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എന്നോട് ചോദിക്കുന്നത് നിനക്ക് ഏതാ ഇൻട്രസ്റ്റ് ഉള്ള ഇത് എന്ന് പറയുന്നത്. ഇഫ് ഹി ഹാഡ് ട്രൈ ടു ഫൈൻഡ് എ കോമൺ ഗ്രൗണ്ട് ഫോർ എ കോൺവെർസേഷൻ, ചിലപ്പം ആ കോൺവെർസേഷൻ കുറച്ചുകൂടെ ഒരു ഫ്രൂട്ട്ഫുൾ ആയി തീർന്നേ എന്നെനിക്ക് തോന്നുന്നുണ്ട്. അപ്പം സോ ആസ്ക് ദം. ഇപ്പം നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആസ്ക് ദം വാട്ട് ഈസ് യുവർ ഇൻട്രസ്റ്റ്, പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുക. അത് അങ്ങനെ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് ഒരു കോമൺ ആയിട്ട് ഇതുണ്ടാവും. ലാസ്റ്റ് തിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്ക് അതേഴ്സ് ഫീൽ ഇമ്പോർട്ടൻറ്റ്. നമ്മളത് സംസാരിച്ചാണ് ആദ്യം. അപ്രീസിയേഷനകത്ത് നമ്മൾ പറയുന്ന പോലെയാണ് നമ്മൾ ഫോർ മീ ഐ ആം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. സോ യു ഹാവ് ടു മേക്ക് മീ ഫീൽ ഐ ആം ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ചെന്നിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യം വേണം എന്ന് വെക്കുകയാണ്. ഇപ്പോൾ വെയിറ്ററോട് നമുക്ക് എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഓർക്കും ഈ വെയിറ്റർമാർ ചെയ്യത്തില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ ചോദിക്കുന്നത് വുഡ് യു മൈൻഡ് I'm really sorry to trouble you. നമ്മളൊരു കടയിൽ ചെന്നിട്ട് അങ്ങനെ ചോദിക്കുവാണെങ്കിൽ no one can say no. അതെ. കാരണം വി ആർ സെയിങ് ദാറ്റ് എനിക്കറിയാം നീ തിരക്കാം. അവരെ അക്നോളജ് ചെയ്യണം. അവർ ഇമ്പോർട്ടൻ്റ് ആണ്. നിന്റെ സമയം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിന്റെ സമയത്തിന് നിനക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാനും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നീ എനിക്കിത് ചെയ്തു തരുമോ? അത് ചോദിക്കുമ്പോഴത്തേക്കും ദേ ആർ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും അവരെ ഇമ്പോർട്ടൻ്റ് ആക്കി, നമ്മൾ ആരെയാണോ നമ്മൾ വിൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് ആ ആളെ ഇമ്പോർട്ടൻ്റ് ആക്കി. ഇത് ജെനുവിൻലി അഗെയിൻ ഇതെല്ലാം ജെനുവിൻലി ആണ്. അപ്പോൾ ജെനുവിൻലി നമ്മൾ അവരെ ഇമ്പോർട്ടൻ്റ് ആക്കി സംസാരിക്കുക. ഇപ്പോൾ ഞാൻ ശ്യാമിനോട് പറയുമ്പോൾ ശ്യാമേ എന്നെ അടിപൊളിയാണ്, നീ ആ സ്പീച്ച് ചെയ്തല്ലോ കണ്ടപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട് ഞാൻ കരഞ്ഞു എന്നുള്ളത്. അപ്പം സോ ജെനുവിൻലി ഞാൻ പറയുകയാണ് ഓക്കെ സൂപ്പറാണ്, അത് നല്ല രസമായിരുന്നു അത് ചെയ്യുന്നത്. അതൊക്കെയും ശ്യാം ഇൻട്രസ്റ്റഡ് ആയി അതിനകത്ത്. നമ്മൾ ആ ജെനുവിൻലി വി ആർ ഗിവിങ് എ പേഴ്സൺ ശ്യാമിനെ ഇമ്പോർട്ടൻ്റ് ആക്കുവാണ്. എന്നിട്ട് ചോദിക്കണം നീ ഇത് ചെയ്തപ്പോൾ ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചു അങ്ങനെ. ദെൻ യു വിൽ ടോക്ക് അബൌട്ട് ഇറ്റ്. പീപ്പിൾ ഹാവ് നോ റിസർവേഷൻ ടോക്കിംഗ് അബൌട്ട് ദംസെൽഫ്. പിന്നെ അവർ പിന്നെ സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെ പറയാ നാല് നമ്മുടെ ബേസിക് 5 നീഡ്സ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഷെൽട്ടർ, ഫുഡ്, അതേപോലെ തന്നെ ഒരു ബേസിക് നീഡാണ് അവരുടെ ഒരു സെൽഫ് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു സെൽഫ് എക്സ്പ്ലോറേഷൻ, അല്ല നമ്മൾ സ്വയം സംസാരിക്കാനുള്ള ഒരു ആഗ്രഹം എല്ലാ മനുഷ്യനുണ്ട്. പക്ഷെ അത് കേൾക്കാൻ ആൾക്കാരില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. ആളുകൾ ഇതാണ്. അപ്പം നമ്മൾ ജെനുവിൻലി സമയം സ്പെൻഡ് ചെയ്യുക, ആളുകളെ അവരെ കുറിച്ച് കേൾക്കാനും അവരെ ഇത് ചെയ്യാനും ഒക്കെ ആയിട്ട്. നമ്മൾ എപ്പോഴും മറന്നു പോകുന്ന ഇതിനെ മൊത്തത്തിൽ സമ്മറൈസ് ചെയ്തിട്ട് നമ്മളിത് 2 പോയിൻ്റായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നിയത് അപ്രീസിയേറ്റ് ചെയ്യുക ആൾക്കാരെ, ബി ജെനുവിൻലി ഇൻട്രസ്റ്റഡ് ഇൻ പീപ്പിൾ. ബാക്കിയെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇത് രണ്ടുമാണ് ആളുകൾ ഏറ്റവും കൂടുതൽ
മറന്നു പോകുന്ന കാര്യം. അതെ അതെ അതെ, ഇത് രണ്ടും ഇല്ലാതെ ആരുടെ അടുത്ത് നിന്നിട്ടും ഒരു കാര്യമില്ല. നോ വേ യു ക്യാൻ വിൻ ദം. കറക്റ്റാണ്. നമ്മൾ അവരെ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമുക്ക് അവരെ ഒരു ഫോർ എ നെയിം സേക്ക് നമ്മളോട് ഒരു ചിരിച്ചായിരിക്കും, സംസാരിക്കുമായിരിക്കും, പിന്നെ മെസ്സേജ് അയക്കുമായിരിക്കും. പക്ഷേ അതിലൊരു ഡീപ്പ് അല്ല അത്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ നമ്മൾ ചിന്തിച്ചാൽ മതി നമ്മൾ എങ്ങനെ അവരോട് സംസാരിക്കുന്നതെന്ന്. നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീത്തയും ഇത് വെക്കാൻ പറഞ്ഞത് യു ആർ വെരി ജെന്യുവിൻ, യു ടോക്ക് എടാ സൂപ്പറായിരുന്നു. നമ്മൾ ഇന്നേറ്റ്ലി നമ്മളതെല്ലാം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മളോട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന ആളുകളോട് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളെ മനസ്സ് കാരണം ദാറ്റ്സ് എ ബേസിക് ഇൻസ്റ്റിങ്സ് ഫോർ അസ്. അത് നമ്മൾ മനസ്സിലാക്കാണ്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഈ പുസ്തകം ഇവിടെ കൊണ്ട് അവസാനിക്കില്ല അല്ലേ? ഇത് നമുക്ക് എന്തോരം നേരം വേണമെങ്കിലും സംസാരിച്ചിരിക്കാം. കാരണം ഈ ലോകത്ത് ഇന്നത്തെ മനുഷ്യനെ നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും അത്യാവശ്യമുള്ളൊരു സംഭവമാണ് എങ്ങനെ ആളുകളെ വിജയിക്കുക എന്നുള്ളത്. ഞാനെപ്പോഴും വിശ്വസിക്കുന്ന ഒരു സംഭവമുണ്ട്, മനുഷ്യനെ ഈ ഭൂമിയിൽ അർഹിക്കപ്പെട്ട ഭാഗ്യങ്ങളെല്ലാം അനുഭവിക്കണമെങ്കിൽ അവന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ. അല്ലെങ്കിൽ എങ്ങനെ ഒരു റാപ്പോ മറ്റുള്ള ഒരാളോട് എങ്ങനെ ഒരു നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ലിജിൻ പറഞ്ഞ പോലെ അതൊരു മാനിപ്പുലേഷൻ ആവണ്ട, അതൊരു വെരി ജെനുവിൻലി തന്നെ ആ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ആ ജീവിയിൽ അല്ലെങ്കിൽ ആ ഒരു സത്വത്തിൽ നമുക്ക് ഒരു ജെനുവിനിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് നേടാൻ പറ്റാത്തതൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടാം ഭാഗം ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയുള്ളത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ താങ്ക് യു ഫോർ ഇതെങ്ങനെ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായി എന്നുള്ളത്, ഇതിലേതെങ്കിലും ഒരു കാര്യം ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അറിയിക്കുക. കാരണം നിങ്ങളുടെ ജീവിതം ചിലപ്പോൾ മാറണത് ഇതുകൊണ്ടായിരിക്കാം. ഓക്കെ, താങ്ക് യു ഗായ്സ്. അപ്പം അടുത്ത ബുക്കിൽ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കാണാം. ബൈ.